KCBC മദ്യവിരുദ്ധ കമ്മീഷൻ സംസ്ഥാന ഭാരവാഹികളും വൈദികരും ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിലെത്തി ആദരവ് അർപ്പിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 29 ബാറുകൾ ഒഴികെ 10 വർഷം മുമ്പ് മുഴുവൻ മദ്യശാലകളും അടച്ചുപൂട്ടിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് അർപ്പിക്കുന്നതിനും 10 വർഷം കൊണ്ട് മുക്കിലും മൂലയിലും യഥേഷ്ടം മദ്യശാലകൾ അനുവദിച്ച ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പ്രത്യക്ഷമായി പ്രതിഷേധം അറിയിക്കുന്നതിനുമായി KCBCയുടെ മദ്യവിരുദ്ധ കമ്മീഷൻ സംസ്ഥാന ഭാരവാഹികളും വൈദികരും പുതുപ്പള്ളിയിലെ കബറിടത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളയുടെയും കോട്ടയം റീജിയണൽ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതെങ്കിൽ, ഫാദർ ജിൻസ് ചോരട്ടെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം, വിജയപുരം രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കബറിടത്തിലെത്തിയത്. അധികാരത്തിലെത്തിയാൽ നിലവിലുള്ള മദ്യത്തിൽ നിന്ന് ഒരു തുള്ളി പോലും കൂടുതലായി അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയവർ മദ്യലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിനായി വിമുക്തി പദ്ധതി പ്രഖ്യാപിച്ച് 5 വർഷം കൊണ്ട് 35.15 കോടി രൂപ പൊടിച്ചുവെന്ന സംസ്ഥാന സെക്രട്ടറിയും വക്താവുമായ പ്രസാദ് കുരുവിള പറഞ്ഞു. ഈ സർക്കാർ ജനദ്രോഹ മദ്യനയം പൊതുസമൂഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കോട്ടയം റീജിയണൽ ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരുതെങ്കിൽ പറഞ്ഞു. ഒന്നാമത്തേത് കള്ളുവിറ്റാണ്, രണ്ടാമത്തേത് ലോട്ടറി വിറ്റാണ്, മൂന്നാമത്തേത് ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ശേഖരിക്കുന്ന സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടാണ്, മൂന്നാമത്തേത് തെണ്ടിക്കൊണ്ടാണ്, ലോകബാങ്കിനോടും കേന്ദ്രത്തോടും ഒക്കെ തെണ്ടിക്കൊണ്ടാണ്. അല്ല വേറെ വഴികളൊന്നും കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ കാലമൊക്കെ എടുക്കുമ്പോൾ ഇലക്ഷൻ കാലം അടുത്തുകൊണ്ടല്ല ഞങ്ങളിവിടെ വരുന്നത്. ഏറ്റവും ഒടുവിലത്തെ അവരുടെ നയപ്രഖ്യാപനം, മദ്യ നയപ്രഖ്യാപനത്തിൻ്റെ ദുഃഖത്തിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ധനസമ്പാദനത്തിനുള്ള അവസാന വഴി കൂടി അവർ കണ്ടെത്തി. കാരണം ആര് ചോദിച്ചാലും, ഈ സംസ്ഥാനത്ത് ആര് ചോദിച്ചാലും, ചോദിച്ചില്ലെങ്കിൽ പോലും എല്ലാവർക്കും ബാറുകൾ അനുവദിക്കുന്ന, അങ്ങനെ ഖജനാവിലേക്ക് എന്ന് പറയുന്നില്ല, അവരുടെ കയ്യിലേക്ക് ധനം സമ്പാദിക്കുന്ന ഒരവസ്ഥയിൽ അവർ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കും. ഇത് അപമാനകരമാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ MLA അനുസ്മരിച്ചു. നിങ്ങൾ വലിയൊരു മിഷനുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. അത് നമ്മുടെ നാടിനെ മദ്യത്തിന്റെ ആപത്തിനെ കുറിച്ച് ബോധവൽക്കരിക്കാനും അതിൽ നിന്ന് വിമുക്തി കൊടുക്കുവാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമം, ആ ശ്രമം തീർച്ചയായിട്ടും കേരളത്തിന് ആവശ്യമായിരിക്കും. എൻ്റെ പിതാവുണ്ടായിരുന്നപ്പോൾ അദ്ദേഹമാണ് മദ്യനിരോധനം നടപ്പിലാക്കി പരിമിതി ഉണ്ടാക്കിയത്. 29 ബാറ് മാത്രമേ ഉള്ളായിരുന്നു അദ്ദേഹം രാജിവെക്കുമ്പോൾ. ഇന്ന് അതിൻ്റെയൊക്കെ 10 മടങ്ങ്, ഒരു 1000 ഇരട്ടിയായെന്ന് പറയാം, ബാറ് ഇവിടെ വന്നിരിക്കുക. അതും സമയം 12 വരെ നീട്ടിയിരിക്കുക. 5 മണിക്കാണ് തുടങ്ങുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് അറിയാം, 5 മണിക്കാണ് പല ബാറും ഇന്ന് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ഒഫീഷ്യലി 12 മണി. ഒഫീഷ്യലി തുടങ്ങുന്നത് മൊത്തം 12 മണിയാണെങ്കിൽ തുടങ്ങുന്നത് 5 മണിക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ അത് വളരെ ഖേദകരമാണ്. KP മാത്യു, തോമസ് കുട്ടി മണക്കുന്നൽ, സാബു എബ്രഹാം, ആന്റണി മാത്യു, തോമസ് കുട്ടി കാഞ്ഞിരപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു.